ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്ങ പച്ചടിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ്. നമുക്കിപ്പോൾ ഈ വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനെന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. നമുക്ക് ഈ മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും കുറച്ച് പുളി കുറഞ്ഞ മൂവാണ്ടൻ മാങ്ങ പോലെയുള്ള മാങ്ങ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ഇനി വേണ്ടത് ചെറിയ ഉള്ളി, പച്ചമുളക്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞ് നമുക്ക് ഇതിന് ഉപയോഗിക്കാം. പക്ഷെ ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. കറിക്ക് അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്: കടുക്, തേങ്ങാപ്പീര. ഒരു കത്തിയോ പീലറോ ഉപയോഗിച്ച് മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി മാറ്റണം. തൊലി കളഞ്ഞ മാങ്ങ നമുക്ക് ആദ്യം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കനം കുറച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വീണ്ടും മുറിച്ചെടുക്കണം. ഇപ്പോൾ മാങ്ങയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയും ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ മുറിച്ചെടുക്കണം. പച്ചമുളകും വട്ടത്തിൽ മുറിച്ച് വെക്കാം. ഇനി അരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഉള്ളി ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഈ മാങ്ങയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാൻ ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട, മാങ്ങ കൂടുതൽ വെന്ത് പോകരുത്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റിയതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ പച്ചടി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്യാം. പച്ചടി കൂടുതൽ തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മാങ്ങയൊക്കെ വെന്ത് പച്ചടി നല്ല പാകത്തിനൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മാങ്ങ കൂടുതലൊന്നും വെന്തുടഞ്ഞു പോകരുത്, അപ്പോൾ ഈ കറിക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചടി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ മാങ്ങാപ്പച്ചടി റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഈ വിഷുവിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.